السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين سيدنا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين، أما بعد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بسم الله الرحمن الرحيم، ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم، ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم، ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. صدق الله العظيم. قال رسول الله صلى الله عليه وسلم: الراحمون يرحمهم الرحمن، ارحموا من في الأرض يرحمكم من في السماء. صدق رسول الله. وأجمل منك لم تر قط عيني، وأكمل منك لم تلد النساء. خلقت مبرأ من كل عيب، كأنك قد خلقت كما تشاء. ഏറ്റവും ബഹുമാനമുള്ള SKICR-ലെ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട നേതാക്കളെ, എന്നെ ശ്രവിക്കുന്ന സ്നേഹനിധികളായ സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നല്ല മാസത്തിൽ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ പേരിൽ ഇങ്ങനെ ഒരുമിച്ചു കൂടാൻ സാധിച്ചതിൽ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. അല്ലാഹു ഇതുപോലെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ചു കൂടാൻ ഇത് നമുക്ക് കാരണമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലാഹു നമ്മുടെയൊക്കെ ഹലാലായ മുറാദുകൾ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് കൊണ്ട് നിറവേറ്റി തന്ന് നമ്മളെ സന്തോഷിപ്പിക്കട്ടെ. നാളെ അവിടെ കരം കൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനും അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് അവിടുത്തോടൊപ്പം സ്വർഗത്തിലെത്താനുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മളോട് ബന്ധപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നൂറുൻ അലാ നൂർ എന്ന നമ്മുടെ വളരെയേറെ മഹത്വം നിറഞ്ഞ ഈ പ്രോഗ്രാം ഏതാനും വർഷങ്ങളായി നമ്മൾ നടത്തിവരുന്ന ഒരു വിജ്ഞാന വിരുന്നാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച്, തങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ വശങ്ങൾ നമുക്ക് പഠിക്കാനും ഇതുവഴി ലൈവായും പിന്നീടും ഒക്കെ കേൾക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനുമൊക്കെ നമ്മുടെ ഈ പ്രോഗ്രാം കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ സാധിച്ചിട്ടുണ്ട്.
തുടർന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയപ്രദമായി നമ്മുടെ ക്ലാസ് റൂമിനെ ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ കൊണ്ട് മുന്നുകൊണ്ടുപോയി വിജയിപ്പിക്കാൻ ഇതിന്റെ അണിയറ ശില്പികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ കഴിവും തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷമാണ് വിനീതനായ ഈ ഉള്ളവൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. അർഹതപ്പെട്ട അർഹരായ പ്രാപ്തരായ പല ആളുകളും ഉള്ളതുകൊണ്ട് പലപ്പോഴും മാറി നിൽക്കുന്നതാണ്. ജോലിത്തിരക്കുകളും മറ്റു സംഘടനാ തിരക്കുകളുമൊക്കെയായി ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകാറുണ്ട്. ഏതായിരുന്നാലും വീണ്ടും വരാൻ സാധിച്ചതിൽ വീണ്ടും വീണ്ടും അല്ലാഹുവിനെ സ്തുതിക്കുന്നു. വലിയ വിഷയമാണ്. അറിവ് കുറഞ്ഞ വിനീതനായ എന്നിൽ നിന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യത്തെക്കുറിച്ച് വളരെ വിശാലമായ രൂപത്തിലൊന്നും നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കിത്തരാൻ കഴിയില്ല. പരിമിതമായ എൻ്റെ അറിവിൽ നിന്നും ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. സൂറത്തു തൗബയിൽ 128 ആയത്താണ് ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത്. നമ്മളെപ്പോഴും ഓതാറുള്ളതും വളരെയേറെ പ്രാധാന്യമുള്ളതുമായ ഒരായത്ത്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിശ്ചയം നിങ്ങളിൽ നിന്നു തന്നെയുള്ള ഒരു പ്രവാചകൻ നിങ്ങൾക്കിതാ വന്നെത്തിയിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും ആ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ ഇഹപര വിജയത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയേറെ അത്യാർത്ഥിയോടുകൂടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ ആർദ്രതയുള്ളവരും ഏറെ കാരുണ്യമുള്ളവരുമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അവിടത്തേക്ക് ഉമ്മത്തിനോടുള്ള ബന്ധത്തെ സംബന്ധിച്ച് നമുക്ക് സാക്ഷ്യപ്പെടുത്തി തരികയാണ്. നിങ്ങളിൽ നിന്നു തന്നെയുള്ള ഒരു പ്രവാചകൻ, മിൻ അൻഫുസിക്കും, മിൻ അൻഫസിക്കും എന്നുള്ള ഖിറാഅത്ത്, അങ്ങനെയാകുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങളിൽ വെച്ച് ഏറ്റവും അമൂല്യനായ പ്രവാചകൻ, ഏറ്റവും ഉന്നതമായ നിലവാരം എല്ലാ കാര്യത്തിലും പുലർത്തുന്ന വ്യക്തിത്വത്തിന്റെ ഉടമ. ഉമ്മത്തിൽ ഏതെങ്കിലും ഒരംഗത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസമുണ്ടാക്കുന്നത്, വിഷമമുണ്ടാകുന്നത് ആ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അസഹ്യമാണ്. മുഅ്മിനീങ്ങളായ ആളുകൾ എല്ലാവരും
ഇഹപര ജീവിതങ്ങളിൽ എല്ലാ തരത്തിലുള്ള വിജയവും കൈവരിക്കുന്നവരായിരിക്കണം എന്ന് വളരെയേറെ അത്യാഗ്രഹത്തോടുകൂടി ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുമാകുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹുവിനെ സംബന്ധിച്ച് അല്ലാഹു പരിചയപ്പെടുത്തിയ വിശേഷണങ്ങളിൽപ്പെട്ടതാണ് റഊഫുൻ റഹീമുൻ എന്നിവയെല്ലാം. അതേ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അവിടുത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ച് പരിചയപ്പെടുത്തി തരുന്നത്. ആ പ്രവാചകൻ റഊഫാണ്, ഏറ്റവും കൂടുതലായി ആർദ്രതയുള്ളവരാകുന്നു. റഹീമുൻ, വളരെ വിശാലമായ അർത്ഥത്തിൽ കാരുണ്യം ചെയ്യുന്നവരാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അല്ലാഹുവിന്റെ രണ്ട് വിശേഷണങ്ങൾ കടമെടുത്തുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശേഷിപ്പിക്കുന്നു. എല്ലാ അർത്ഥത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യമാണ്. ഈ ലോകം നിലനിൽക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റഅഫത്തിന്റെയും റഹ്മത്തിന്റെയും ഭാഗമായിട്ടാണ് എന്ന് ഈ ആയത്തിനെയും തത്തുല്യമായ മറ്റു ആയത്തുകളെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില ഹദീസുകളെയും വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ലോകത്തിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്ത് റഅഫത്തിലാകുന്നു. എല്ലാ വിഭാഗം ആളുകളോടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയേറെ റഅഫത്തോടുകൂടിയും റഹ്മത്തോടുകൂടിയും അഥവാ ആർദ്രതയോടുകൂടിയും കാരുണ്യത്തോടുകൂടിയുമാണ് പ്രവർത്തിച്ചത്. അവിടുത്തെ അനുയായികളായ സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും അവരോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തതും ആ രൂപത്തിലുള്ള നമുക്ക് ചെറിയൊരു ജീവിതത്തിലൂടെ നടത്തുമ്പോൾ കാണാൻ സാധിക്കും. അവിടുന്ന് പറഞ്ഞു, ഏറ്റവും ശ്രേഷ്ഠതയുള്ള അങ്ങനെ ഞാൻ മൈക്കിലുണ്ടോ? മൈക്കിൽ ഞാൻ തന്നെയാണോ ഉള്ളത്? ഓക്കെ. എൻ്റെ ഇടക്ക് കുറെ പ്രോബ്ലം കാണിക്കുന്നുണ്ട്, അതുകൊണ്ടാ. അത് ശരി, എവിടെയാ പോയതെന്നൊന്നും അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ, കാരുണ്യം ചെയ്യുന്നവരോട് കാരുണ്യവാനായ റബ്ബ് കാരുണ്യത്തോടെ പ്രവർത്തിക്കുന്നതാണ്, വർത്തിക്കുന്നതാണ്, പെരുമാറുന്നതാണ്. കാരുണ്യം കാണിക്കുന്നവർ, അവിടെ ആരോട് എന്ന് പറഞ്ഞിട്ടില്ല, എല്ലാ വിഭാഗം സൃഷ്ടികളോടും, എല്ലാ വിഭാഗം മനുഷ്യരോട് മാത്രമല്ല, അള്ളാഹുവിന്റെ സൃഷ്ടികളായ ഏതു സൃഷ്ടികളോട് കാരുണ്യം കാണിക്കുന്നതിനും വലിയ മഹത്വമുണ്ട്, പ്രതിഫലമുണ്ട് എന്ന് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അർറാഹിമൂന, റഹ്മത്ത് ചെയ്യുന്നവർ, കാരുണ്യം കാണിക്കുന്നവർ, അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളോട്
കാരുണ്യത്തോടുകൂടി പെരുമാറുന്നവർ, അവരോട് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ഏറ്റവും കാരുണ്യം അനിവാര്യമായ ഘട്ടത്തിൽ വലിയ രൂപത്തിൽ കാരുണ്യം ചൊരിഞ്ഞുകൊടുക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അർറാഹിമൂന, കാരുണ്യത്തോടുകൂടെ ജീവിക്കുന്നവർ, സമസൃഷ്ടികൾക്ക്, അള്ളാഹുവിന്റെ മറ്റു സൃഷ്ടിജാലങ്ങൾക്ക് കാരുണ്യം ചൊരിഞ്ഞുകൊടുക്കുന്നവരോട് സൃഷ്ടാവായ തമ്പുരാൻ കാരുണ്യത്തോടുകൂടെ പെരുമാറുന്നതാണ്. അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ ഒരാൾക്കും രക്ഷപ്പെടുക സാധ്യമല്ല. എന്നാൽ അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്നത്, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചത്, നിങ്ങൾ ഇർഹമൂ മൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കുക. ഭൂമിയിലുള്ളവരോട് എന്നാണ്. അവിടെ മതത്തിന്റെ വേർതിരിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചിട്ടില്ല. മനുഷ്യൻ, മൃഗങ്ങൾ എന്ന വേർതിരിവ് പോലും കാണിച്ചിട്ടില്ല. എല്ലാ വിഭാഗം സൃഷ്ടികളോടും കാരുണ്യത്തോടുകൂടെ പെരുമാറണം, വർദ്ധിക്കണം എന്ന് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് പഠിപ്പിക്കുകയാണ്. എല്ലാവരോടും കാരുണ്യം വേണം. അവർ ഇങ്ങോട്ട് എങ്ങനെ തന്നെ പെരുമാറിയാലും നാം പകരം കൊടുക്കുന്നത് കാരുണ്യമായിരിക്കണം എന്നുകൂടി ഈ ഹദീസ് പഠിപ്പിച്ചു തരുന്നു. ഇർഹമൂ മൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യത്തോടെ പെരുമാറൂ. എന്നാൽ ഇർഹമുക്കും മൻ ഫിസ്സമാ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കാരുണ്യം ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കാരുണ്യം ചെയ്യും. അല്ലാഹുവിന്റെ കാരുണ്യമില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാനോ, ജീവിതാന്ത്യം കഴിഞ്ഞ് ഈ ലോകത്തെ ഈ ഭൗതിക ജീവിതത്തിലെ ജീവിതം അവസാനിപ്പിച്ച് അല്ലാഹുവിന്റെ സന്നിധാനത്തിലെത്തി അവിടുന്ന് പിന്നീട് അനന്തമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗത്തിലോ ലോകത്തിലേക്ക്, അനുഗ്രഹത്തിന്റെ കേദാരമായ സ്വർഗലോകത്തിലേക്ക് കടത്തിവിടുമ്പോൾ ഈ ഭൂമിയിൽ ആരാണോ കാരുണ്യത്തോടെ വർത്തിച്ചത് എങ്കിൽ അതിനനുസരിച്ചാണ് അവിടെ നിന്ന് അങ്ങോട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രവേശിപ്പിക്കുന്നത് എന്ന് ഈ ഹദീസ് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. ഇർഹമൂ മൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്നാണ്. നിങ്ങളെ നാം നിയോഗിക്കുന്നത് ലോകത്തിന് മുഴുവനും കാരുണ്യമായിട്ടാണ്. അൽ ആലമീൻ എന്ന് പറഞ്ഞാൽ മാസിവൽ ബാരി തആല എന്നാണ് അതിന് തഫ്സീറുകളിലൊക്കെ കാണാൻ സാധിക്കുക. മാസിവൽ ബാരി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത എല്ലാ സൃഷ്ടികളും ആലമീൻ എന്നതിന്റെ പരിധിയിൽ വരുന്നു. അപ്പോൾ ഭൂമിയിലുള്ള മനുഷ്യന്റെ ജീവിതത്തിൽ ആരുമായിട്ടൊക്കെ അവൻ ബന്ധപ്പെടുന്നുവോ അവരോട് മുഴുവനും കാരുണ്യത്തോടുകൂടി പെരുമാറണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ പഴയ സംശയങ്ങളുമായി വരുന്നുണ്ട്.
ആ സംശയം വിശദീകരിക്കാനുള്ള വേദിയല്ലാത്തതുകൊണ്ട് അത് വേറൊരു വിഷയമാണല്ലോ, അള്ളാഹു എവിടെയാണ് എന്നുള്ളത്. അള്ളാഹു ഒരിടത്തിരിക്കുന്നു എന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വിശ്വസിക്കുന്നില്ല. അത് മാത്രമായി ചർച്ചയായത് തലം ഇവിടെ കത്തിക്ക് വന്ന് ഞാൻ ഉദിച്ച വിഷയം എന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ളത് ലോകത്തിന് മുഴുക്കെ കാരുണ്യമായിട്ടാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് നിശ്ചയിച്ചിട്ടുള്ള ഈ ലോകത്തേക്ക് ഇറക്കിയിട്ടുള്ള കാരുണ്യത്തിൽ ഏറ്റവും വലിയ കാരുണ്യമാകുന്നു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാതിക്കും. ഹദീസുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വളരെ വ്യക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ ഖലഖർ റഹ്മത മിഅത റഹ്മത്തിൻ, അല്ലാഹു കാരുണ്യത്തെ പടച്ചപ്പോൾ 100 അംശങ്ങളായി കാരുണ്യത്തെ പടച്ചു. എന്നിട്ട് അതിൽ നിന്ന് ഒരംശം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് തന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നതോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് നൽകിയ റഹ്മത്തിന്റെ ഏറ്റവും വലിയ ഭാഗം അതിലൂടെ ഈ ലോകത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സമർപ്പിക്കുകയാണ്. ബാക്കി 99 അംശങ്ങളും നാളത്തേക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിവെച്ചിരിക്കുന്നു എന്നും ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഒരു റഹ്മത്തിൽ ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ രീതിയിൽ അല്ലാഹുവിന്റെ റഹ്മത്തിൽ ഭൂമിയിലേക്ക് കിട്ടിയ ഒരു വിഹിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗം എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ജീവിതത്തിൽ നിന്നും ആ കാരുണ്യം ലോകത്തിന് വർഷിച്ചു കൊടുത്തുകൊണ്ടേ റഹ്മത്തൻ വാസിഅത്തൻ മുതഅദ്ദിയത്തൻ ഇലാ ജമീഇ ഖൽഖി, അല്ലാഹുവിന്റെ സർവ സൃഷ്ടികളിലേക്കും വ്യാപിക്കുന്ന രൂപത്തിൽ വളരെ വിശാലമായ അർത്ഥത്തിലായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളുടെ ജീവിതത്തെ ജീവിച്ചു കാണിച്ചു തന്നത് എന്ന് ഈ ആയത്തും ഹദീസും നമുക്ക് വളരെ വ്യക്തമാക്കി തരുന്നു. റഹ്മത്തൻ വാസിഅത്തൻ മുതഅദ്ദിയത്തൻ ഇലാ ജമീഇ മഖ്ലൂഖാത്തില്ലാഹി തആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ 1-2 സംഭവങ്ങൾ അത് സംബന്ധമായി നമുക്ക് പരിശോധിക്കാം. തൗഹീദുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രംഗത്ത് വരുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശുദ്ധ വാക്യം അത് നേർക്കുനേരെ കേട്ട മക്ക നിവാസികളായ തന്റെ
ബന്ധുക്കളും നാട്ടുകാരുമായ ആളുകൾ, 40 കൊല്ലം കൂടെ ജീവിച്ച ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വളരെ കടുത്ത ഭാഷയിലാണ് പെരുമാറിയത് എന്ന് അവിടുത്തെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൂറത്തുൽ കഹ്ഫിൽ അത് സംബന്ധമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വളരെ ക്രൂരമായ പ്രതികരണം ഏൽക്കേണ്ടി വന്നിട്ടും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും ലോകത്ത് നിലനിന്നിരുന്ന അക്രമങ്ങൾക്കെതിരെയും അന്ധകാരത്തിനെതിരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ സദുദ്ദേശ്യത്തോടുകൂടി വളരെ നല്ല രീതിയിൽ മാത്രം പ്രവർത്തിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് പീഡനങ്ങളും താഠനങ്ങളുമായിരുന്നു എന്ന് അവിടുത്തെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. തങ്ങൾ ഒരു തെറ്റും ചെയ്തതായി എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. നാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ആരെയും അവിടുന്ന് ദ്രോഹിച്ചതായി ചരിത്രത്തിലെവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. തന്നെ ആക്രമിക്കുന്ന ആളുകൾ പോലും, തന്നെ കൊല്ലാൻ ശ്രമിക്കുന്ന ആളുകൾ പോലും നന്നായി വരണം എന്നു മാത്രമാണ് അവിടുന്ന് ആഗ്രഹിച്ചത്. അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു വ്യക്തി ലോകത്തുണ്ടെങ്കിൽ തന്നെ കൊല്ലാക്കൊല ചെയ്യാൻ വരുന്നവർ പോലും നാളെ തന്നോടൊപ്പം സ്വർഗത്തിലുണ്ടാകണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തി, ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരു വ്യക്തി ആരാണെന്ന ചോദ്യത്തിന് എല്ലാവർക്കും പറയാവുന്ന ഒരേ ഒരു മറുപടി അത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്നതാണ്. അവർ പോലും വിശ്വസിക്കണം, അവർ പോലും ഹിദായത്തിലേക്ക് കടന്നു വരണം. തന്നെ അവർ ആക്രമിക്കുന്നതല്ല തന്റെ പ്രശ്നം, അവരുടെ ജീവിതത്തിന്റെ അന്ത്യം എന്തായിത്തീരും, അവർ ഈ ലോകത്ത് ഷഹാദത്തിലേക്ക് കടന്നു വരാതിരുന്നാൽ നാളെ അള്ളാഹുവിന്റെ ശിക്ഷയാകുന്ന നരകത്തിൽ അവർ ആപ്പതിക്കുമല്ലോ, അങ്ങനെ അവർ നശിച്ചു പോകുമല്ലോ, അവരുടെ പാരത്രിക ജീവിതം എല്ലാ തരത്തിലും ബുദ്ധിമുട്ടിലായി പോകുമല്ലോ എന്നുള്ള വേദനയും വ്യാധിയുമായിരുന്നു, വ്യഥയുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എപ്പോഴും പിടികൂടിയിരുന്നത് എന്ന് ഖുർആൻ പറയുന്നു. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനു മുഅ്മിനീൻ. ഫലഅല്ലക ബാഖിഉൻ നഫ്സക, നബി നിങ്ങൾ ഖുറൈശികളായ ആളുകൾ ഇസ്ലാമിലേക്ക് വരാത്തതിന്റെ പേരിൽ മാനസികമായി വളരെയേറെ വിഷമം അനുഭവിക്കുന്നവരായിരിക്കാം. പക്ഷേ അങ്ങനെ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല പ്രവാചകരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നിശ്ചയിച്ചിട്ടുള്ള ആളുകൾ തീർച്ചയായും അങ്ങയുടെ വിളി കേട്ട് വരിക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആശ്വസിപ്പിക്കുന്നത് ഒന്നിലധികം സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ശത്രുക്കൾ പോലും സൽസരണിയിലേക്ക് കടന്നു വരാത്തതിൽ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുമ്പിൽ നിസ്കരിച്ചതിന്റെ പേരിൽ, അള്ളാഹുവിന്റെ ഭവനത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തതിന്റെ പേരിൽ കൊല്ലാക്കൊല ചെയ്യാൻ വന്ന ശത്രുക്കൾ ആഴ്ചകൾക്കും വറുത്തിട്ട ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കഴുത്തിൽ ചാർത്തിക്കൊണ്ട് സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലേക്ക് പ്രവാചകനെ കൊണ്ടെത്തിച്ച തന്റെ സമൂഹം,
ആ സമൂഹത്തിന്റെ കാര്യത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർ ഇസ്ലാമിലേക്ക് വന്നില്ലെങ്കിൽ, അവർ ഷഹാദത്ത് സ്വീകരിച്ചില്ലെങ്കിൽ നാളെ അവർ നരകത്തിലായി പോകുമല്ലോ, അവർ എന്റെ കൂടെ സ്വർഗത്തിൽ വേണം എന്ന് ആഗ്രഹിച്ച ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആഥാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീഥി അസഫ. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സംബന്ധമായി പറയുന്നു. മറ്റൊരിടത്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഫലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനു മുഅ്മിനീൻ. രണ്ടും ഒരേ ആശയമാണ്. തന്നെ ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തിരുന്ന ആളുകൾ പോലും താൻ പ്രചരിപ്പിക്കുന്ന വിശുദ്ധമായ പാന്താവിലേക്ക് കടന്നുവരട്ടെ എന്ന് വളരെയേറെ അത്യാർത്ഥിയോടുകൂടി ആഗ്രഹിച്ച വ്യക്തി, ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ ഇഹപര വിജയത്തിന്റെ കാര്യത്തിൽ വളരെ അത്യാർത്ഥിയോടുകൂടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ. കേവലം പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറഞ്ഞു വെച്ചതു മാത്രമല്ല, മറിച്ച് അവിടുത്തെ ജീവിതത്തിന്റെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ട ഏടുകൾ വായിക്കുമ്പോഴും ഇത് വളരെ സത്യസന്ധമായിരുന്നു എന്ന് നമുക്ക് ആ ജീവിതത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ മാനസികമായ വിഷമം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി അനുഭവിച്ചിരുന്നു എന്ന് ഒന്നിലധികം സംഭവങ്ങളിൽ വളരെ വ്യക്തമായി അവിടുത്തെ ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. നമുക്കൊക്കെ അറിയാവുന്നതാണ്, അവിടുത്തെ മക്കാ ജീവിതകാലം നുബുവത്തിന് ശേഷം ഹിജ്റ പോകുന്നതുവരെയുള്ള കാലത്ത് എല്ലാ തരത്തിലും ഖുറൈശികളാൽ പീഡിപ്പിക്കപ്പെട്ടു. മാനസികമായും ശാരീരികമായും എല്ലാ തരത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ക്ഷീണിപ്പിക്കാൻ അവരെ കൊണ്ട് കഴിയുന്ന എല്ലാ മാർഗങ്ങളും അവർ സ്വീകരിച്ചു. അതിൽ നിന്ന് അല്ലാഹുവിന്റെ പ്രത്യേകമായ തീരുമാനവും റഹ്മത്തും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോകുന്നു. മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന്റെ മുമ്പ് മദീനക്കാരായ അൻസാരികളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റക്ക് മുമ്പ് 1-2 വർഷങ്ങളിൽ ഹജ്ജിന്റെ സമയത്ത് അവരുമായി സംസാരിച്ച ആ സംസാരം, അവരുമായുണ്ടാക്കിയ കരാർ, അതൊക്കെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് ഈ കാര്യം പറയുമ്പോൾ മദീനക്കാരായ അൻസാരികളോട് ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തി അതിനെ വ്യാപിപ്പിക്കാനും പ്രചരിപ്പിക്കാനും സഹായങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത്, ഓ നബി, അങ്ങ് ഞങ്ങളുടെ അടുക്കലേക്ക് വരികയാണെങ്കിൽ ഞങ്ങളുടെ സ്വത്തും ശരീരവും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങൾ സംരക്ഷിക്കുന്നതിലേറെ അങ്ങയെയും അങ്ങയെക്കൊണ്ട് വിശ്വസിക്കുന്ന അനുയായികളെയും സംരക്ഷിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് മദീനക്കാരായ അൻസാരികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വാക്ക് കൊടുത്തതായി ചരിത്രത്തിൽ കാണാം. അങ്ങനെ മദീനയിലെത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവർ നൽകിയ ആ വാക്ക്, ആ വാഗ്ദത്തം അവർ അതേപടി പാലിച്ചു. തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയും അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും തങ്ങളെ കൊണ്ട് വിശ്വസിച്ച മുഅ്മിനീങ്ങളെയും സംരക്ഷിക്കുന്ന കാര്യത്തിൽ അവർ വളരെയേറെ ശ്രദ്ധാലുക്കളായിരുന്നു എന്ന് കാണാൻ സാധിക്കും.
മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ വിഷമമുണ്ടാക്കിയത് പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങളും എന്നാൽ ആശയപരമായി ഇസ്ലാമിന്റെ ശത്രുപക്ഷത്ത് നിൽക്കുകയും ചെയ്യുന്ന മുനാഫിക്കുകളെ കൊണ്ടായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് സാക്ഷ്യപ്പെടുത്തി തരുന്നു. ചെറിയ രീതിയിലൊന്നുമല്ല മുനാഫിഖീങ്ങളെ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മുസ്ലിങ്ങളും കഷ്ടപ്പെട്ടത്. അവരെ പലരെയും തിരിച്ചറിയുക പ്രയാസമായിരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അവർ പള്ളിയിൽ നിസ്കരിക്കാൻ വരാറുണ്ട്, അവർ മുസ്ലിമീങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും പങ്കാളികളാകാറുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ ആളുകൾ അവരും മുസ്ലിങ്ങളാണ് എന്ന രീതിയിൽ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും അവരെയും കൂടെ പങ്കാളികളാക്കി. അവർക്ക് നേതൃത്വം നൽകിയിരുന്നത് അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സലൂൽ എന്ന കടുത്ത മുനാഫിഖായിരുന്നു, അല്ലെങ്കിൽ കടുത്ത പ്രവാചക വിരോധിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സലൂൽ മദീനയിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനക്കാരായ മുഅ്മിനീങ്ങൾ എല്ലാ നിലക്കും ആളും അർത്ഥവും നൽകി തങ്ങളുടെ ജീവൻ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ബലിയർപ്പിക്കാൻ തയ്യാറായി അവർ മുന്നോട്ട് വരുമ്പോഴും അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സലൂലും തന്റെ അനുയായികളും ഉള്ളിൽ നിഫാഖ് കൊണ്ട് നടന്നുകൊണ്ട് പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങളെപ്പോലെ അഭിനയിക്കുകയും എന്നാൽ ഉള്ളിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും മുസ്ലിങ്ങളോടും ഇസ്ലാമിനോടും കടുത്ത വൈരം വെച്ച് പുലർത്തുകയും ചെയ്തുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും മുസ്ലിങ്ങൾക്കും ഏറെ വിഷമമുണ്ടാക്കി. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു രംഗമായിരുന്നു ഉഹദ് യുദ്ധത്തിനു വേണ്ടി 1000-ഓളം വരുന്ന മുസ്ലിം സൈന്യത്തെ തയ്യാർ ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദിലേക്ക് പുറപ്പെട്ട സന്ദർഭം. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും മുസ്ലിങ്ങളെയും ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നഗരമായ മദീനയെയും ആക്രമിക്കാൻ വരുന്ന ഏതു ശക്തികളെയും എല്ലാ നിലക്കും എതിർക്കാനും അവരോട് യുദ്ധം ചെയ്യാനും അൻസ്വാരികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പമുണ്ട്. അവർ വാക്കുകൊടുത്തിട്ടുണ്ട്, ആ വാക്ക് അവർ പാലിക്കുന്നുണ്ട്. പക്ഷേ അതിനിടക്ക് കയറിക്കൊണ്ട് ഉഹദ് യുദ്ധത്തിന് പുറപ്പെടുന്ന വേളയിൽ 1000-ഓളം വരുന്ന അനുയായികളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദിലേക്ക് പുറപ്പെടുന്നു. വഴിയിൽ വെച്ച് 300-ഓളം ആളുകൾ തിരിച്ചു പോരുകയാണ്. ആ 300-ഓളം ആളുകൾ തിരിച്ചു പോരാൻ കാരണക്കാരൻ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സലൂലും മറ്റു മുനാഫിക്കുകളുമാണ് എന്ന് ചരിത്രം വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. വളരെ വക്രമായ ചില ആശയങ്ങളാണ് അവർ സാധാരണ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരായ ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. മദീനയിലേക്ക് കടന്നുവരുന്ന ശത്രുക്കളെ തടയാനേ നമ്മൾ മുഹമ്മദിന് വാക്കുകൊടുത്തിട്ടുള്ളൂ. മദീനയുടെ പുറത്തു പോയിട്ട് യുദ്ധം ചെയ്യാൻ നമ്മൾ വാക്കുകൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ പോക്ക് നമ്മുടെ കരാറിന്റെ പുറത്താണ്. ഇതിന് നമ്മൾ ഈ അപകടത്തിലേക്ക് നമ്മൾ എടുത്തു ചാടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരായ ആളുകൾക്കിടയിൽ അങ്കലാപ്പുണ്ടാക്കുകയും അങ്ങനെ അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിന്റെ ഫലമായി 300-ഓളം ആളുകൾ ആ വളരെ വലിയ ആപൽഘട്ടത്തിൽ തിരിച്ചുപോരുന്ന അവസ്ഥയാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
അതിന് നേതൃത്വം നൽകിയ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന മുനാഫിഖ്. മാത്രമല്ല അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിന്റെ ചരിത്രത്തിൽ ഉടനീളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏതൊക്കെ അവസരത്തിൽ ക്ഷീണിപ്പിക്കാനും പരാജയപ്പെടുത്താനും സാധിക്കുമോ ആ അവസരം മുഴുവനും മുതലെടുത്തുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ മുന്നോട്ടു പോയിരുന്നത് എന്ന് കാണാൻ സാധിക്കും. എന്നാൽ ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ മരണാസന്നനായി കിടക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം തന്റെ മകനെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് പറഞ്ഞയക്കുന്നു. എന്തിനു വേണ്ടിയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖമീസ് ഒന്ന് മേടിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖമീസ് മേടിക്കാൻ വേണ്ടി, തന്റെ പിതാവിനെ ധരിപ്പിക്കാൻ വേണ്ടി അബ്ദുള്ളയുടെ മകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് എത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ച ഉടനെ തന്നെ തന്റെ ഖമീസ് ഊരി അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിന്റെ മകനെ ഏൽപ്പിക്കുന്നു. എന്റെ പിതാവിനെ കഫൻ ചെയ്യാൻ റസൂലെ അങ്ങയുടെ ഖമീസ് ഒന്ന് തരണമെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാതൊരു മടിയും കൂടാതെ അത് ഊരിക്കൊടുക്കുകയാണ്. അടുത്തുണ്ടായിരുന്ന മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പല സഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കൊടുക്കുന്നതിന് മാനസികമായി എതിരുള്ള ആളുകളായിരുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുക തന്നെ ചെയ്തു, ലാ തുഅതി ഖമീസക അർരിജ്സൻ നജിസ്. ആ വൃത്തികെട്ട മനുഷ്യന്, ഓ പ്രവാചകരെ, നിങ്ങൾ അവിടുത്തെ ഖമീസ് നൽകരുത് നബിയെ എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവശ്യപ്പെട്ടു. ഖമീസുമായി തന്റെ മകൻ പോയി. വീണ്ടും മകൻ തിരിച്ചു വരികയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, ഇത് അങ്ങയുടെ പുറം വസ്ത്രമാണ് തന്നിരിക്കുന്നത്, അങ്ങയുടെ ശരീരത്തോട് പതിഞ്ഞു കിടക്കുന്ന, അങ്ങയുടെ ഉള്ളിൽ ധരിക്കുന്ന വസ്ത്രമാണ് എന്റെ പിതാവിനെ കഫൻ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അത് ശരീരത്തിൽ ഉള്ളതുകൊണ്ടെങ്കിലും എന്റെ പിതാവിന് ഖബർ ശിക്ഷയും നരകശിക്ഷയും ലഭിക്കാതെ രക്ഷപ്പെടുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അതുകൊണ്ട് അങ്ങയുടെ ഉള്ളിലെ വസ്ത്രം തന്ന് സഹായിക്കണേ റസൂലെ എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിന്റെ മകൻ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവശ്യപ്പെടുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതും കൊടുക്കാൻ സന്നദ്ധനാവുകയാണ്. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റഹ്മത്തിന്റെ വിശാലതയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വ്യക്തിപരമായും എല്ലാ അർത്ഥത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദ്രോഹം മാത്രം വരുത്തിവെച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും മുസ്ലിങ്ങളുടെയും ഇസ്ലാമിന്റെയും പരാജയം മാത്രം ആഗ്രഹിച്ച ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ പോലും നാളെ ആഖിറത്തിൽ രക്ഷപ്പെടണം, സ്വർഗത്തിൽ തന്റെ കൂടെയുണ്ടാകണം എന്ന് ആഗ്രഹിച്ചു ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തടഞ്ഞു, റസൂലെ കൊടുക്കരുത്. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ ഇത്രയും കാലം അങ്ങയോടും മുസ്ലിങ്ങളോടും ചെയ്ത കൊടും ക്രൂരത അങ്ങ് മറന്നുപോയോ പ്രവാചകരെ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, യാ ഉമർ, ഇന്ന ഖമീസി ലാ യുഗ്നി അൻഹു മിനല്ലാഹി ശൈഅ. ഉമറെ, എന്റെ ഒരു ഖമീസ് കിട്ടിയതുകൊണ്ട്
അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ട് അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സലൂൽ രക്ഷപ്പെട്ടോളണമെന്നില്ല. എന്നാൽ ഞാൻ ആ ഖമീസ് കൊടുക്കുന്നത് കാരണമായി ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ അനുയായികളിൽ നിന്ന് ഈ വിശുദ്ധ മതത്തിലേക്ക് കടന്നുവരാൻ സാധ്യതയുണ്ടേ. ആ ആയിരക്കണക്കിന് ആളുകൾ നാളെ നരകത്തിൽ കത്തിക്കപ്പെടുന്നതിനേക്കാൾ അവരൊക്കെ ഈ സുന്ദരമായ ഈ സത്യപ്രസ്ഥാനത്തിലേക്ക് കടന്നുവരികയും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ കേദാരമായ സ്വർഗപ്രവേശനത്തിന് അവർക്ക് എന്റെ ഈ ഒരു ഖമീസ് കാരണമാവുകയും ചെയ്യുകയാണെങ്കിൽ അതാണ് ഉമറെ ഞാൻ ഏറ്റവും വലുതായി കാണുന്നത് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞു മനസ്സിലാക്കി. അങ്ങനെ അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സലൂൽ മരണപ്പെട്ടു. തന്റെ മകൻ വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചു. മരണവാർത്ത കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മകനോട് പറഞ്ഞു, സ്വല്ലി അലൈഹി വദ്ഫൻഹു, എന്നാൽ നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ മേലിൽ നിസ്കാരം നിർവഹിച്ചതിന് ശേഷം അദ്ദേഹത്തെ ദഫൻ ചെയ്തോളൂ, മറവ് ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, ഇല്ലം തുസല്ലി അലൈഹി മാ സല്ലാ അലൈഹി വാഹിദും മിനൽ മുസ്ലിമീൻ. നബിയെ, അങ്ങ് എന്റെ വാപ്പാന്റെ പേരിൽ നിസ്കരിക്കാൻ വന്നിട്ടില്ലെങ്കിൽ റസൂലുള്ള അബ്ദുല്ലാന്റെ പേരിൽ നിസ്കരിച്ചില്ല എന്ന് ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ അവരാരും പേരിൽ മയ്യത്ത് നിസ്കരിക്കില്ല റസൂലേ, കൊണ്ട് അങ്ങ് നിസ്കരിക്കാൻ വരണമെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റഹ്മത്ത് വീണ്ടും പ്രകടമാവുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സലൂലിന്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു. ഫഖാമ അലൈഹി സ്വലാം ലിയുസല്ലി അലൈഹി. അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സലൂലിന്റെ മയ്യത്ത് കൊണ്ടുവന്നു വെച്ച് അതിന്റെ മേൽ നിസ്കരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വീണ്ടും ഇടപെട്ടു. ഫഹാല ബൈനഹു വബൈനൽ ഖിബ്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കാൻ നിന്നപ്പോൾ മുമ്പിൽ വന്നുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിൽ നിന്ന് വീണ്ടും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ആ സംഭവത്തെക്കുറിച്ച് പിന്നീട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നെ വളരെ ആശ്ചര്യത്തോടുകൂടി പറയാറുണ്ടായിരുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകളിലൂടെ തന്നെ നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്, യാ റസൂലല്ലാഹ് അതുസല്ലി അലാ അദുവില്ലാ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ അൽ ഖായിലി യൗമ കദാ വകദാ അൽ ഖായിലി യൗമ കദാ കദാ വകദാ. ഇന്നാലിന്ന ദിവസം അങ്ങേക്കും മുസ്ലിങ്ങൾക്കുമെതിരിൽ അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സലൂൽ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ മറന്നോ റസൂലേ? നിങ്ങൾ അങ്ങനത്തെ അബ്ദുല്ലാന്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാനാണോ നിങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്? ലാ തുൻഫിഖു അലാ മൻ ഇൻദ റസൂലില്ലാ. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പള്ളിയിൽ കഴിഞ്ഞുകൂടുന്ന സുഫത്തിന്റെ അഹ്ലുകാരായ പാവപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകൾക്ക് അൻസാരികളായ മുസ്ലിമീങ്ങൾ നൽകിയിരുന്ന ഭക്ഷണമടക്കമുള്ള സഹായങ്ങൾ നിർത്തിവെക്കണം എന്ന് പറഞ്ഞ ദ്രോഹിയാണ് റസൂലെ അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സലൂൽ. അങ്ങത് മറന്നുപോയോ? അതുകൊണ്ട് തീർന്നില്ല റസൂലെ. ലഇർ റജഅനാ ഇലൽ മദീനതി ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ. ഒരു യുദ്ധം കഴിഞ്ഞു വരുന്ന സന്ദർഭത്തിൽ ഒരു മുഹാജിറായ സഹാബിയും ഒരു അൻസാരിയായ സഹാബിയും തമ്മിൽ ചെറിയ വാക്കേറ്റമുണ്ടായി. അവർ തമ്മിൽ മാനസികമായ ചെറിയ വിഷമങ്ങളുണ്ടായപ്പോൾ അത് മുതലെടുത്തുകൊണ്ട് അവർക്കിടയിൽ അതൊരു കലാപത്തിന്റെ കാരണമാക്കി തീർക്കുകയും ഇന്നലെ ഞങ്ങളുടെ നാട്ടിലേക്ക് കടന്നു വന്ന നിങ്ങൾ ഞങ്ങളുടെ നാട്ടുകാരായ ഈ അൻസാരികളെ
ആക്രമിക്കുകയോ എന്ന് ചോദിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏകോദര സഹോദരങ്ങളായി വളർത്തിക്കൊണ്ടുവന്ന, വളരെ സാഹോദര്യത്തോടുകൂടി ജീവിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച, പരിശീലിച്ച, അതനുസരിച്ച് ജീവിച്ചു വരുന്ന അൻസ്വാരികളും മുഹാജിറുകളുമായ സഹാബികൾക്കിടയിൽ വിഘടനവാദമുണ്ടാക്കിയവനല്ലേ റസൂലേ ഈ അബ്ദുള്ള? ഞങ്ങൾ മദീനയിലേക്ക് ചെന്നാൽ ആർക്കാണ് പ്രതാപമെന്ന് ഞങ്ങൾ കാണിച്ചു തരാം, ആരാണ് മഹാന്മാരെന്ന് അവിടെ ഞങ്ങൾ കാണിച്ചു തരാം, നിങ്ങളെ ഞങ്ങൾ മദീനയിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞ ആളല്ലേ അബ്ദുള്ള? അങ്ങനത്തെ അബ്ദുള്ളാന്റെ പേരിലാണോ റസൂലെ നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അഖ്ർ യാ ഉമർ, ഇന്നി ഖുയ്യിർതു ഇസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും, ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ ഫലൻ യഗ്ഫിറല്ലാഹു ലഹും. ഉമറേ, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് രണ്ടാലൊരു കാര്യം ചെയ്യാൻ അനുമതി നൽകിയിട്ടുണ്ട്. ഇസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും, നിങ്ങൾ അവർക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്തോളൂ എന്ന് അല്ലാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്. വഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ ഫലൻ യഗ്ഫിറല്ലാഹു ലഹും എന്നാണ് തുടർന്ന് അല്ലാഹു പറഞ്ഞത്. 70 തവണ നിങ്ങൾ അവർക്ക് വേണ്ടി പാപമോചനത്തിന് പ്രാർത്ഥിച്ചാലും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കില്ല എന്നാണല്ലോ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ആയതുകൊണ്ട് ഫലൗ അന്നി അഅലമു ഇൻ സിത്തു അലാ 70 ഗഫറ ലഹു ലസിത്തു, 70ൽ കൂടുതൽ തവണ ഞാൻ അബ്ദുള്ളാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു പുറത്തു കൊടുത്താലോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണ് എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതി നൽകിയിരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് തിരുത്തിക്കൊടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിന്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കുകയും ചെയ്തു എന്ന് ചരിത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും വലിയ ആപൽഘട്ടത്തിൽ പരാജയപ്പെടുത്താൻ വേണ്ടി ശാരീരികമായും മാനസികമായും എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനവും നടത്തിയ നീചനായ വ്യക്തി, അതിനുവേണ്ടി സ്വയം പ്രവർത്തിക്കുക മാത്രമല്ല, വലിയ തന്റെ അനുയായി വൃന്ദത്തെ അതിനുവേണ്ടി എപ്പോഴും തയ്യാർ ചെയ്തു നിർത്തിയിരുന്ന വലിയ ഒരു സമൂഹത്തിന്റെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരാജയം കണ്ടുകൊണ്ട് സന്തോഷിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു വിഭാഗത്തിന്റെ തലവൻ, അയാൾ മരിക്കുമ്പോൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി, നിസ്കരിക്കാൻ വേണ്ടി, തന്റെ ഖമീസ് കൊടുത്തുകൊണ്ട് നരകത്തെ തൊട്ട് മോചിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശ്രമിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തീരുമാനം എന്താണെങ്കിൽ അത് നടപ്പിലാക്കട്ടെ. പക്ഷേ എനിക്കിവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാർ തന്നിരിക്കുന്നു, ഇസ്തിഗ്ഫാർ ചെയ്യാനും ചെയ്യാതിരിക്കാനും എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നോട്ട് വരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഈ സംഭവത്തെക്കുറിച്ച് നിസ്കരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് നിന്നപ്പോൾ തടഞ്ഞുകൊണ്ട് മുന്നിൽ നിന്നു ഉമർ റളിയല്ലാഹു അൻഹു. അതിനെക്കുറിച്ച് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നീട് പറയുന്നത്, അതഅജ്ജബു ലീ വജുർഅതി അലാ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ തടയാൻ വേണ്ടി ഞാൻ അന്നാ കാണിച്ച ആ ധൈര്യം, അതിനെക്കുറിച്ച് ഞാനിപ്പോൾ അത്ഭുതം കൂറുകയാണ്. എനിക്കെന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്താണെന്ന് ചെയ്തത്? അള്ളാഹുവിന്റെ ഹബീബ് ഒരു കാര്യം ചെയ്യാൻ തുനിഞ്ഞപ്പോൾ
ഞാൻ മുന്നിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് അങ്ങനെ തടഞ്ഞത് എന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നില്ല എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നീട് അതിനെക്കുറിച്ച് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിഖുകളുടെ മേൽ നിസ്കരിക്കുന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ഹുക്മ് പരിശുദ്ധ ഖുർആനിലൂടെ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയിച്ചു. വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദൻ വലാ തഖും അലാ ഖബ്രിഹി. മുനാഫിഖുകളിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടാൽ അവരുടെ മേലിൽ നബിയെ അങ്ങ് നിസ്കരിക്കേണ്ടതില്ല, അവരുടെ ഖബറിന്റെ അടുത്ത് നിന്ന് അവർക്ക് പ്രാർത്ഥിക്കേണ്ടതും ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വ്യക്തമാക്കി കൊടുത്തു. അതിനുശേഷം പിന്നീട് ഒരു മുനാഫിക്കിന്റെ മേലിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുകയോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറപ്പെടുകയോ ചെയ്തിട്ടില്ല. സത്യത്തിൽ എല്ലാ നിലക്കും തന്നോട് ശത്രുത വെച്ചു പുലർത്തിയിരുന്ന പാവപ്പെട്ട മുസ്ലിമീങ്ങളെ എല്ലാ നിലക്കും ഉപദ്രവിക്കാൻ വേണ്ടി മുന്നിൽ നിന്നിരുന്ന അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന ശത്രുക്കളുടെ നേതാവിന് പോലും സ്വർഗം ആഗ്രഹിച്ച് രക്ഷയാഗ്രഹിച്ചു പ്രവർത്തിച്ച റഹ്മത്തുല്ലിൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതല്ലാതെ ലോകത്ത് മറ്റാരുടേതാണ് നമുക്ക് കാണാൻ സാധിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തിയ ഉടനെ തങ്ങൾക്ക് ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്ത് ഖിദ്മത്തെടുത്തുകൊണ്ട് ജീവിച്ചിരുന്ന കഴിഞ്ഞുകൂടിയിരുന്ന ഒരു ചെറിയ കുട്ടിയുണ്ടായിരുന്നു, ഒരു ജൂതനായ കുട്ടി. ആ കുട്ടിക്ക് സുഖമില്ലെന്നറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിയുടെ വീട്ടിൽ പോയി ആ കുട്ടിയുടെ രോഗം സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. ആ കുട്ടിയുടെ തലയുടെ ഭാഗത്തിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തനിക്കൊരുപാട് സഹായം ചെയ്തിട്ടുള്ള, തനിക്ക് പരിചരണം നടത്തിയിട്ടുള്ള തന്റെ പരിചാരകനായിരുന്ന ആ കുട്ടിയുടെ അടുക്കലിരുന്നു കൊണ്ട് ആ കുട്ടിയുടെ പാരത്രികമായ മോക്ഷത്തിനു വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, യാ ഗുലാമു അസ്ലിം, കുഞ്ഞുമോനെ നീ ഇസ്ലാം മതം സ്വീകരിക്കൂ, വിശുദ്ധ ദീനിലേക്ക് വരൂ എന്ന് പറഞ്ഞപ്പോൾ ഫനളറ ഇലാ അബീഹി വഹുവ ഇൻദഹു, തന്റെ അടുക്കൽ നിൽക്കുന്ന തന്റെ പിതാവിന്റെ മുഖത്തേക്ക് നോക്കി ആ കുട്ടി, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ഭാവത്തിൽ. തന്റെ മകന്റെ അന്ത്യം അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ആ കുട്ടിയുടെ പിതാവ് പറഞ്ഞു, അത്യ അബുൽ ഖാസിം, അബുൽ ഖാസിമിനെ അനുസരിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതനുസരിച്ച് ആ കുട്ടി ഷഹാദത്ത് ചൊല്ലുകയും മുസ്ലിമാവുകയും ചെയ്തു. അവിടുന്ന് പുറപ്പെട്ട് തന്റെ അനുയായികളോടുകൂടെ തിരിച്ചു പോരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ, അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ. ഇതാണ് ഒരു മനുഷ്യൻ മറ്റുള്ളവരെ കുറിച്ച് ആഗ്രഹിക്കേണ്ടത്. ഒരു മുസ്ലിം മറ്റുള്ളവരെ സംബന്ധിച്ച് ഇങ്ങനെയാണ് അവന്റെ മനസ്സിൽ ആഗ്രഹമുണ്ടാകേണ്ടത്. അവൻ ആരായിരുന്നാലും അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ, അവനെ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അല്ലാഹുവിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പുറത്തു വന്നത്. ശത്രുക്കളോട് അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നതിനു പകരം അവരുടെ നന്മയും അവരുടെ വിജയവും അവരുടെ പാരത്രിക മോക്ഷവും ആഗ്രഹിക്കുക എന്നുള്ളതാണ് ഓരോ മുസ്ലിമിന്റെയും വിശിഷ്യ ഓരോ പ്രബോധകന്റെയും ഉത്തരവാദിത്തം എന്നുകൂടി ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുകയാണ്. കൊടിഞ്ഞിയിൽ നമ്മുടെ ഒരു സഹോദരൻ ഫൈസൽ കൊല്ലപ്പെട്ടപ്പോൾ
അവിടെ ഉണ്ടായിരുന്ന ചില ആളുകളൊക്കെ അതേ നാണയത്തിൽ തിരിച്ചടിക്കണമെന്ന് വാശി പിടിച്ചു നിൽക്കുമ്പോഴും പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ നമ്മുടെ മാണിക്യം സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്, ഫൈസലിന്റെ കൊലപാതകത്തെ തുടർന്ന് ഒരു ഹിന്ദു പോലും ഒരു തരത്തിലും ആക്രമിക്കപ്പെട്ടുകൂടാ, ഒരു ദേവാലയവും ആക്രമിക്കപ്പെട്ടുകൂടാ. നിങ്ങളെല്ലാം നമ്മുടെ സഹോദരങ്ങളായ ഹിന്ദുക്കൾക്കും അവരുടെ ദേവാലയങ്ങൾക്കും കാവൽക്കാരാകണം എന്ന് പഠിപ്പിച്ചു നമ്മുടെ നേതാവ് മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങൾ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന കാരുണ്യത്തിന്റെ മാർഗം. ആ രീതിയിൽ നമ്മളത് പ്രാവർത്തികമാക്കുമ്പോഴേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് നാം സ്വീകരിച്ചവരാവുകയുള്ളൂ എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എല്ലാ വിഭാഗം മനുഷ്യരോടും തന്റെ അനുയായികളോട് ഏത് രൂപത്തിൽ വർത്തിച്ചു എന്ന് പറയുന്നതിനേക്കാൾ തന്റെ ശത്രുപക്ഷത്ത് നിന്നിരുന്ന ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് രൂപത്തിൽ വർത്തിച്ചു എന്ന് പറയലാണ് കൂടുതൽ അഭികാമ്യം എന്ന് ഈ വിനീതൻ മനസ്സിലാക്കുന്നു. തന്റെ അനുയായികളോട് സ്വന്തം അനുയായികളോട് എല്ലാവരും കാരുണ്യത്തോടെയും സ്നേഹത്തോടെയും പ്രവർത്തിക്കും. എന്നാൽ ശത്രുവിനോട് വളരെയേറെ കണിശമായ ശൈലി സ്വീകരിക്കുകയും അവനാരായിരുന്നാലും അവനെയൊക്കെ ശത്രുതാ മനോഭാവത്തോടുകൂടി മാത്രം കാണുകയും ചെയ്യുന്ന രീതി അതായിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുവർത്തിച്ചു പോന്നത് എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഇനി മറ്റൊരു സംഭവം നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ വേണ്ടി മക്കയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു മനുഷ്യൻ മദീനയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ലോകത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ഒരു മനുഷ്യനെ അടുത്തിരുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകുന്ന ഉപദേശം, അദ്ദേഹത്തോട് അനുവർത്തിച്ച നയം, അത് കാണുമ്പോൾ സത്യത്തിൽ ഏതൊരു പ്രവാചക വിരോധിയാണെങ്കിലും അത്ഭുതം കൂറാതിരിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അന്ന ഉമൈർ ബിൻ വഹബിൻ ഇൽതഖാ ബി സഫ്വാൻ ബിൻ ഉമയ്യ. ഉമൈർ ബിൻ വഹബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരത്തെ അദ്ദേഹത്തിന് ദേഷ്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലയുടെ പ്രചരണവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രംഗത്തു വന്നേടം മുതൽ ഉമൈർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശത്രുവാണ്. മാത്രമല്ല ബദർ യുദ്ധത്തിൽ ഉമൈറിന്റെ മകൻ ബന്ദിയാക്കപ്പെടുകയും അങ്ങനെ മുസ്ലിങ്ങളുടെ അധീനതയിൽ കഴിയുകയും ചെയ്യുന്നുണ്ട്. ഉമൈർ ഇബ്നു വഹബ് ഒരിക്കൽ തവാഫിന് വേണ്ടി വരുന്ന സമയത്ത് സഫ്വാൻ ഇബ്നു ഉമയ്യ എന്ന് പറയുന്ന ഒരു ഖുറൈശി നേതാവിനെ കാണുകയാണ്. തന്റെ കൂട്ടുകാരൻ കൂടിയാണ് സഫ്വാൻ. ഉമൈർ സഫ്വാനോട് പറഞ്ഞു, വല്ലാഹി ലൗലാ അത്ഫാലുൻ സിഗാറുൻ അഖ്ശാ അലൈഹിമുൽ അനത്. والله لولا أطفال صغار أخشى عليهم العنة من بعدي ولولا ديون ركبتني ما أطيق سدادها لذهبت وقتلت محمدا وأرحتكم منه. എന്റെ ശേഷം എന്റെ കുട്ടികൾ അനാഥമായി പോകുമല്ലോ എന്ന് ഞാൻ ഭയപ്പെടുന്നില്ലായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ നിലവിലുള്ള ചങ്കോളം മുട്ടി നിൽക്കുന്ന എന്റെ കടം, ആ കടം വീട്ടാൻ മറ്റെന്തെങ്കിലും ഒരു മാർഗം എന്റെ മുമ്പിൽ തെളിഞ്ഞു വന്നിരുന്നെങ്കിൽ ഞാൻ ഇന്നു തന്നെ പോയി മുഹമ്മദിനെ കൊന്നിട്ട് ആ മുഹമ്മദിന്റെ ശല്യം ഇന്നു തന്നെ നിങ്ങൾക്ക് തീർത്തു തരുമായിരുന്നു എന്ന് സഫ്വാൻ ഇബ്നു ഉമയ്യ
എന്ന പ്രമുഖനായ ഖുറൈശി നേതാവിനോട്, സമ്പന്നനായ ഖുറൈശി നേതാവിനോട് ഉമൈർ ഇബ്നു വഹബ് പറയുന്ന സന്ദർഭം, അവർ രണ്ടുപേരുമല്ലാതെ മറ്റാരും ആ സംഭവം കേട്ടിട്ടില്ല. ഉമൈർ ഇബ്നു വഹബ് നല്ല ആവേശത്തിലാണ്. അദ്ദേഹത്തെ ഇപ്പോൾ എങ്ങനെയെങ്കിലും തന്ത്രപരമായി ഉപയോഗിച്ചാൽ മുഹമ്മദിനെ കൊണ്ടുള്ള ശല്യം ഇപ്പോൾ തീർന്നു കിട്ടുമെന്ന് മനസ്സിലാക്കിയ സഫ്വാൻ ഉമൈറിനോട് പറഞ്ഞു, അമ്മ ഔലാദുക ഫഔലാദി മാ അംതദ്ദു ബിഹിമുൽ ഉമർ ഫഅമ്മാ ദുയൂനുക ഫഅലയ്യ ഫംളി ബിമാ അറദ്ത. ഉമൈറെ, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ യാതൊരു ബേജാറും കരുതേണ്ടതില്ല. അവർ എന്റെ മക്കളാണ്. പിന്നെ നിങ്ങൾക്ക് ഉള്ള തടസ്സം നിങ്ങളുടെ കടത്തിന്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങളുടെ കടം മുഴുവനും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, അത് വീട്ടാൻ ഞാൻ തയ്യാറാണ് എന്ന് സഫ്വാൻ ഇബ്നു ഉമയ്യ ഉമൈർ ഇബ്നു വഹബിന് വാക്ക് കൊടുക്കുകയാണ്. ഉമൈർ ഇബ്നു വഹബിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്റെ ദൈവങ്ങളെ കുറ്റം പറയുന്ന വ്യക്തി എന്നതിലുപരി തന്റെ മകനെ പിടിച്ചു വച്ചിരിക്കുന്നവൻ എന്ന രൂപത്തിലാണ് അദ്ദേഹത്തിനുള്ള ദേഷ്യം. അങ്ങനെ സഫ്വാന്റെ ഉത്തരവാദിത്തത്തിൽ തന്റെ മക്കളെയും തന്റെ കടവുമെല്ലാം ഏൽപ്പിച്ചുകൊണ്ട് തന്റെ വാളിന് വിഷം പരട്ടിക്കൊണ്ട് ഉമൈർ മദീനയിലേക്ക് പുറപ്പെട്ടു. മദീനയുടെ അതിർത്തിയിൽ വെച്ച് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമൈറിനെ കണ്ടു. കണ്ട മാത്രയിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമൈറിനെ തിരിച്ചറിയുകയും കൂടെയുണ്ടായിരുന്ന ആളുകളോട് ഹാദാ അദുവുല്ലാഹ്, ഇത് അള്ളാഹുവിന്റെ ശത്രുവായ ഉമൈറാണ്, എന്താണടോ നീ ഇവിടെ വരാൻ കാരണം എന്ന് ഉമൈർ ഇബ്നു വഹബിനോട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയും അദ്ദേഹത്തെ പിടിച്ച് അദ്ദേഹത്തിന്റെ രണ്ട് കൈകളും പിന്നോട്ട് കെട്ടി അദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലേക്ക് കൊണ്ടുവന്നു. ഫലമ്മാ ദഖല അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹ് ഹാദാ അദുവുല്ലാഹ് ജാഅ യുരീദു ശർറ. ഓ തിരുനബി, ഇത് അള്ളാഹുവിന്റെ ശത്രുവായ ഉമൈറാണ്, അവൻ വന്നതിൽ എന്തോ ദുരുദ്ദേശ്യമുണ്ട് എന്ന് ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നോക്കൂ നിങ്ങൾ, യാ ഉമറു അത്ലിഖുഹു, വലിയ ഒരു വാള് സാധാരണ അറബികൾ കൊണ്ടു നടക്കാറുള്ളതിനേക്കാൾ വലിയ യുദ്ധത്തിനു മാത്രം ഉപയോഗിക്കുന്ന വാളുമായിട്ടാണ് ഉമൈർ വന്നിട്ടുള്ളത്. അത് കണ്ടുകൊണ്ട് തന്നെയാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വരവിൽ ദുരുദ്ദേശ്യമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിച്ചത്. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്ലിഖ്ഹു യാ ഉമർ, ഉമറെ, നിങ്ങൾ അവന്റെ കെട്ടഴിച്ചിട്ട് എന്റെ അടുക്കലേക്ക് വിടൂ. അത്ലിഖ്ഹു യാ ഉമർ. ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കി, റസൂലേ, ഇവൻ അപകടകാരിയാണ്, ഇവന്റെ കാര്യത്തിൽ എനിക്ക് വ്യക്തമായ സംശയമുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണേ റസൂലേ എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വീണ്ടും പറയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അത്ലിഖു യാ ഉമർ ഇബ്തഇദ് അൻഹു, നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കൂ, എന്നിട്ട് അവനെ ഇങ്ങോട്ട് പറഞ്ഞേക്കൂ. ഫബ്തഅദ അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് മാറി നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമൈറിനോട് പറഞ്ഞു, ഖുൽ അസ്സലാമു അലൈക്കും, ഉമൈറെ സലാം പറയൂ, ഉമൈറെ അസ്സലാമു അലൈക്കും എന്ന് പറയൂ. ഉമൈർ സലാം പറയുന്നില്ല. ഉമൈർ പറഞ്ഞു, സ്വബാഹൻ യാ മുഹമ്മദ്,
സാധാരണ അറബികൾ പറയാറുള്ളത് പോലെ സബാഹൽ ഖൈർ, സബാഹൻ നൂർ ഒക്കെ പറയുന്നത് പോലെ ഖുറൈശികൾ സാധാരണ പറയാറുള്ള വാക്കെന്ന നിലക്ക് അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് പറയുന്ന രൂപത്തിൽ സബാഹൻ യാ മുഹമ്മദ് എന്ന് മാത്രമാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ഖുൽ അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും എന്ന് പറയൂ എന്ന് പറയുമ്പോൾ ഉമൈർ വീണ്ടും കൂട്ടാക്കുന്നില്ല. 3 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമൈറിനോട് സലാം പറയാൻ ആവശ്യപ്പെട്ടപ്പോഴും സലാം പറയാതെ ഉമൈർ പറഞ്ഞു, ലസ്തു ബഈദി അഹദിൻ അൻ സലാമിന, ഞാൻ ഞങ്ങളുടെ സലാമിനെ, ഞങ്ങൾ സാധാരണ പറയാറുള്ള സലാമിൽ നിന്ന് ഇപ്പോഴും അകലെയല്ല, ഞാൻ അതേ ആശയം തന്നെയാണ് ഇപ്പോഴും ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ അഭിവാദ്യ രൂപം മാത്രമേ ഞാൻ എവിടെയും സ്വീകരിക്കുകയുള്ളൂ എന്ന് വാശിയോടുകൂടി പറയുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രശ്നമാക്കിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉദ്നു മിന്നി യാ ഉമർ, ഉദ്നു മിന്നി യാ ഉമൈർ, ഉമൈറെ എന്റെ അടുത്ത് വരൂ, ഇങ്ങോട്ട് വരൂ. മല്ലദീ ജാഅ ബിക ഇലൈന, എന്താണ് നിങ്ങൾ വന്നതിലുള്ള ഉദ്ദേശ്യം? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാതൊരു തരത്തിലുള്ള സംശയവുമില്ലാതെ ഉമൈറിനോട് പെരുമാറുകയാണ്. മല്ലദീ ജാഅ ബിക ഇലൈന, എന്താണിപ്പോ ഈ വരവ് കൊണ്ടുള്ള ഉദ്ദേശ്യം? അപ്പോ ഉമൈർ പറഞ്ഞു, ജിതു, ഞാനിപ്പോ വന്നിട്ടുള്ളത് നിങ്ങൾ ബന്ദിയായി വെച്ചിട്ടുള്ള എന്റെ മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. എന്റെ മകനെ രക്ഷപ്പെടുത്താൻ എത്ര പണമാണോ നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അത് നൽകാൻ വേണ്ടി അങ്ങനെ എന്റെ മകനെ രക്ഷപ്പെടുത്തി മക്കയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശ്യം മാത്രമേ എന്റെ ഈ മദീന സന്ദർശനം കൊണ്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, വഹാദിഹി സൈഫ് അല്ലദീ ഫീ ആതിഖിക്, നിങ്ങൾ കഴുത്തിൽ അണിഞ്ഞിട്ടുള്ള ഈ വലിയ വാള് പിന്നെ എന്തിനാണ് ഉമൈറെ എന്ന് ചോദിച്ചപ്പോ ഉമൈർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ഖാതലഹല്ലാഹു മിൻ സുയൂഫ്, വാളുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഇപ്പോൾ ഉള്ളത്? വാളുകൊണ്ട് പ്രയോജനമുണ്ടാവുകയായിരുന്നെങ്കിൽ ബദറിന്റെ ദിവസത്തിൽ ഞങ്ങൾക്ക് പ്രയോജനം കിട്ടണമായിരുന്നു. ഹൽ നഫഅത്നാ യൗമ ബദർ, ബദറിന്റെ ദിവസം ഞങ്ങൾക്ക് ആ വാളുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടായോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് ഉമൈർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമൈറെ നിങ്ങൾ സത്യം പറയൂ, നിങ്ങൾ വന്നത് എന്തിനാണ്? ഉമൈർ വീണ്ടും പറഞ്ഞു, എന്റെ വരവ് കൊണ്ട് ഒരേ ഉദ്ദേശ്യമേ ഉള്ളൂ, എന്റെ മകനെ രക്ഷപ്പെടുത്തുക. അതിന്റെ പ്രായശ്ചിത്തം എത്രയാണോ നൽകേണ്ടതെങ്കിൽ അത് നൽകി എന്റെ മകനെ കൊണ്ടുപോവുക എന്ന ഉദ്ദേശ്യം മാത്രമേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമൈറിനോട് ചോദിച്ചു, യാ ഉമൈർ, അലം തഖുൽ ലി സഫ്വാന ലൗലാ ദുയൂനുൻ റകിബത്തിനി, ഉമൈറെ നിങ്ങൾ ഇന്നാലിന്ന ദിവസം കഅബയുടെ അടുക്കലേക്ക് വരുമ്പോൾ സഫ്വാൻ ഇബ്നു ഉമയ്യയെ കണ്ട് അദ്ദേഹത്തോടൊരു സംഭാഷണം നടത്തിയിട്ടില്ലായിരുന്നോ? എന്റെ മക്കളുടെ കാര്യത്തിലും തീർത്താൽ തീരാത്തത്രയും വലിയ കടം ഉള്ളതുകൊണ്ടും മാത്രമാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് തന്നെ മദീനയിൽ പോയി മുഹമ്മദിന്റെ കഥ കഴിക്കുമായിരുന്നു എന്ന് നിങ്ങൾ സഫ്വാനോട് പറഞ്ഞിട്ടില്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോ ഉമൈർ ഇബ്നു വഹബ് ഞെട്ടിത്തരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനാ പറഞ്ഞത് സഫ്വാൻ ഇബ്നു ഉമയ്യ അല്ലാതെ മറ്റൊരാളും കേട്ടിട്ടില്ല. സഫ്വാൻ ഇബ്നു ഉമയ്യയോട് വളരെ രഹസ്യമായി പരിസരം ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആ സംഭാഷണം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് മറ്റാരും അത് കേട്ടിട്ടില്ലെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. പിന്നെ ഈ കാര്യം എങ്ങനെ നിങ്ങൾക്കറിയാൻ സാധിച്ചു? അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് അല്ലാഹു അറിയിച്ചത് തന്നെയാണ്. അതുകൊണ്ട് അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്നെയാണെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലാൻ വന്ന ഉമൈർ ഇബ്നു വഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തോളോട് ചേർന്നു നിന്നുകൊണ്ട് ഷഹാദത്ത് ചൊല്ലി ആ പരിശുദ്ധമായ
സന്നിധിയിൽ വച്ച് വിശുദ്ധ ഇസ്ലാമിന്റെ തീരത്തേക്ക് കടന്നു വരുന്ന രംഗമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാനന്ന് സഫ്വാനോട് സംസാരിച്ചത് ഞാനും സഫ്വാനുമല്ലാതെ മറ്റൊരാളും അറിഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങളത് അറിഞ്ഞുവെങ്കിൽ അത് അല്ലാഹു അറിയിച്ചത് തന്നെയാണ്. അല്ലാഹു അറിയിക്കുന്നത് അവന്റെ പ്രവാചകനെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആ അല്ലാഹുവിന്റെ ഏകത്വത്തിലും അങ്ങയുടെ പ്രവാചകത്വത്തിലും ഞാനിതാ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഉമൈർ ഇബ്നു വഹബ് ആ തിരുസന്നിധിയിൽ വെച്ചുകൊണ്ട് ഷഹാദത്ത് ചൊല്ലി വിശുദ്ധ ഇസ്ലാം സ്വീകരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പെരുമാറ്റ രീതിയാണ് ഇവിടെ സഫ്വാനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും നിങ്ങളുടെ വളരെ ആർദ്രതയോടുകൂടി വളരെ മയമുള്ള സ്വഭാവത്തോടുകൂടി ഹലോ ഞാനുണ്ടല്ലേ. ഇതിടക്ക് ഭയങ്കരമായ കണക്ടിവിറ്റി പ്രോബ്ലം കാണിക്കണ്ടേ. ഏതായിരുന്നാലും അപ്പൊ കൊല്ലാൻ വന്ന ഉമൈറിനെ പോലും തന്റെ ആകർഷണീയമായ പെരുമാറ്റ രീതി കൊണ്ട്, കാരുണ്യം നിറഞ്ഞ തന്റെ സ്വഭാവ രീതി കൊണ്ട് വിശുദ്ധ ഇസ്ലാമിലേക്ക് അടുപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഴിഞ്ഞു എന്നത് ഈ സംഭവത്തിലൂടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഉമർ ഇബ്നു ഖത്താബ് എന്ന തന്റെ വിശ്വസ്തനായ അനുയായി, എത്രത്തോളം എന്ന് വെച്ചാൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയത്, എന്റെ ഉമ്മത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശമനുസരിച്ച് സംസാരിക്കുന്ന വ്യക്തിയാണ് ഉമർ ഇബ്നു ഖത്താബ് എന്ന് ഉമർ ഇബ്നു ഖത്താബിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഉമൈറിന്റെ ദുരുദ്ദേശ്യപരമായ വരവിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നത്. മാത്രമല്ല, ഉമൈർ എന്തിനാണ് വരുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉമൈറെ, നിങ്ങൾ സഫ്വാനോട് ഇന്നാലിന്ന ദിവസം ഇന്നാലിന്ന സ്ഥലത്ത് വെച്ച് ഇന്ന പോലെയൊക്കെ സംസാരിച്ചില്ലയോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉമൈറിന്റെ വരവിന്റെ ഉദ്ദേശം കൃത്യമായി ബോധ്യമുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ കൃത്യമായി തന്നെ കൊല്ലാൻ വേണ്ടിയാണ് ഉമൈർ വന്നിരിക്കുന്നത്, തന്നെ കൊല്ലാൻ വിഷത്തിലൂട്ടിയ വാളാണ് ഉമൈറിന്റെ കഴുത്തിലുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും ആ ഉമൈറിനെ തന്റെ ചാരത്തേക്ക് അടുത്തു വിളിക്കുകയും അതിന് ഉമൈർ തുറന്നു സംസാരിക്കാൻ തടസ്സമായി നിൽക്കുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഉമൈറിനെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് സംസാരിക്കുന്നതുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റഹ്മത്ത് എന്ന ആ വലിയ വിശേഷണത്തിന്റെ ഭാഗമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെയൊക്കെ നമ്മുടെ എല്ലാ വിഭാഗം ആളുകളോടും നമ്മൾ സ്വീകരിക്കേണ്ട, ശത്രുവാണെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ശത്രുവിനോട് നിങ്ങൾ സ്വീകരിക്കേണ്ട ശൈലിയും അത് മാർദ്ദവമായ സംസാര രീതിയാണ്, മാന്യമായ സംസാര രീതിയാണ്. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ
നിങ്ങളോട് ഇങ്ങോട്ട് മോശമായ ശൈലി സ്വീകരിക്കുന്നവരോടും അതേ നാണയത്തിൽ നിങ്ങൾ തിരിച്ചടിക്കാൻ പാടില്ല. അതാണ് വിശുദ്ധ ദീൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന സുന്ദരമായ ആശയം. ആ ആശയമാണ് വിശുദ്ധ ദീനിലേക്ക് ആളുകളെ ആകർഷിച്ചത് എന്ന് ചരിത്രത്തിൽ ഓരോ സംഭവങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇങ്ങോട്ട് ശത്രുതാപരമായ സമീപനം സ്വീകരിക്കുന്നവരോടും അങ്ങോട്ട് അവരെ സ്നേഹിച്ചുകൊണ്ട് അതിന് പ്രതികരിക്കുകയാണെങ്കിൽ, സ്നേഹത്തോടെയുള്ള പ്രതികരണമാണ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എങ്കിൽ തീർച്ചയായും അതായിരിക്കും കൂടുതൽ അഭികാമ്യം. അതാണ് ഈ മതത്തിന്റെ സൗകുമാര്യത കൂടുതൽ ബോധ്യപ്പെടുത്താൻ, അതാണ് ഈ മതത്തിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ, അതാണ് ഈ മതത്തിന്റെ സൗന്ദര്യം മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്താൻ കൂടുതൽ ഉപകാരപ്രദം. മറിച്ച് ഇങ്ങോട്ടൊരാൾ വാളൂരുമ്പോഴേക്ക്, ഇങ്ങോട്ടൊരാൾ അക്രമം കാണിക്കുമ്പോഴേക്ക് അതിന്റെ ഇരട്ടി അങ്ങോട്ട് പ്രതികരിക്കാൻ നിന്നാൽ അതൊരിക്കലും വിശുദ്ധ ദീനിന്റെ സൗന്ദര്യം മനസ്സിലാക്കാൻ അവർക്ക് അവസരം കൊടുക്കില്ല. മറിച്ച് ഇസ്ലാം അത് അക്രമത്തിന്റെ മതമാണ് എന്ന് തെറ്റിദ്ധരിക്കാനുള്ള കാരണമേ ആവുകയുള്ളൂ എന്ന് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ തീവ്രമായ മനോഭാവം അതൊരിക്കലും ശത്രുവിനോട് പോലും സ്വീകരിക്കാൻ പാടില്ല എന്നതാണ് വിശുദ്ധ ഇസ്ലാം അല്ലെങ്കിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വളരെ നല്ല രീതിയിൽ എല്ലാവരോട് പെരുമാറണം എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. എല്ലാവരോടും യസ്സിറു വലാ തുഅസ്സിറു ബശ്ശിറു വലാ തുനഫിറു. അനസ് റളിയല്ലാഹു അൻഹുവിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്, നിങ്ങൾ ആളുകൾക്ക് എളുപ്പമുണ്ടാക്കുന്ന രീതി സ്വീകരിക്കുക, ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന രീതി ഒരിക്കലും സ്വീകരിക്കരുത്. ബശ്ശിറു വലാ തുനഫിറു, ആളുകൾക്ക് നിങ്ങൾ എപ്പോഴും സന്തോഷമറിയിക്കുക, സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ അവരെ അറിയിക്കുക. എന്തൊരു ബുദ്ധിമുട്ടുള്ള രംഗമാണെങ്കിലും അവിടെ നിങ്ങൾ ആളുകളെ സമാധാനപൂർവം കൈകാര്യം ചെയ്യുക. വലാ തുനഫിറു, ആളുകളെ വെറുപ്പിക്കുന്ന പണി ഇവിടെയൊന്നും മുസ്ലിങ്ങളോട് മാത്രം എന്നുള്ള ശൈലി ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ സ്വീകരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള ഭൂരിപക്ഷം ആളുകളും മറ്റൊരു സമുദായത്തിന്റെ അംഗങ്ങളായി ജീവിക്കുന്ന, ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ന്യൂനപക്ഷമായ ഒരു സമുദായം എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ശൈലി നമുക്കേറെ അത്യന്താപേക്ഷിതമാണ്, പ്രത്യേകിച്ച് ഇക്കാലത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശത്രുതാപരമായി നാം അവരോട് പ്രതികരിക്കുമ്പോൾ അത് ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാൻ ലോകത്തിന് മുഴുവനും കാരണമായേക്കും. ഇസ്ലാമിനെ മോശമായി മനസ്സിലാക്കാൻ അവർക്ക് മാത്രമല്ല, ലോകത്തെല്ലാ ഇടത്തുമുള്ള ഇസ്ലാമിന്റെ പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാൻ അത് കാരണമാകും. അതുകൊണ്ട് ഇങ്ങോട്ട് ശത്രുതാപരമായി പെരുമാറുന്നവരോട് പോലും അങ്ങോട്ട് സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും പെരുമാറുക. അതുകൊണ്ടാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോഴും ഇപ്പോ നമ്മുടെ 99% മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശത്ത് വിശുദ്ധ ദീനിന്റെ സൗന്ദര്യം തിരിച്ചറിഞ്ഞതിലേക്ക് കടന്നുവന്ന നമ്മുടെ ഫൈസൽ എന്ന സഹോദരൻ കൊല്ലപ്പെട്ടപ്പോഴും മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളൊക്കെ പറഞ്ഞത്, അതൊക്കെ നിങ്ങൾ അവരെ അതിന് കാരണക്കാർ ഒരുപക്ഷെ 1-2 ആളുകളായിരിക്കും, പക്ഷേ ഭൂരിപക്ഷം വരുന്ന നമ്മുടെ സഹോദരന്മാരോട് നിങ്ങൾ ആ രീതിയിൽ പ്രതികരിക്കാൻ പാടില്ല എന്ന് ഉമ്മത്തിലെ സാധാരണക്കാരായ ആളുകളോട് കൃത്യമായി നിർദ്ദേശം നൽകിയത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പരയിലൂടെ നമുക്ക് ഇന്നും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരായ തങ്ങളാണ് എന്ന വസ്തുത കൂടി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ആളുകൾക്കെപ്പോഴും ആയാസമുണ്ടാക്കുന്ന ശൈലി സ്വീകരിക്കുക, ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന ശൈലി നിങ്ങൾ ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല. ആളുകൾക്കെപ്പോഴും സന്തോഷം പകർന്നു കൊടുക്കുന്ന ശൈലി സ്വീകരിക്കുക, ആളുകളെ വെറുപ്പിക്കുന്ന ശൈലി ഒരിക്കലും നിങ്ങൾ സ്വീകരിക്കരുത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിലിരിക്കുന്ന സമയത്ത് ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവമാണ്.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു അഅറാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിലേക്ക് കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും അവിടെ ഇരിക്കുകയാണ്, നിസ്കാരം കഴിഞ്ഞിരിക്കുക. അയാൾ വന്ന് 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് അവിടെ നിന്ന് ദുആർക്കാണ്, അല്ലാഹുമ്മ റഹംനി വ മുഹമ്മദ വലാ തർഹം മാനാ അഹദ. സ്വാഭാവികമായും അഅറാബി വളരെ പരുക്കമായ ശൈലിയിൽ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയോ സഹാബത്തിന്റെയോ ആ ജീവിതത്തിന്റെ സൗകുമാര്യതയൊന്നും തിരിച്ചറിയാനോ അത് ജീവിതത്തോട് അടുപ്പിക്കാനോ കഴിയാതെ മലമ്പ്രദേശങ്ങളിൽ മൃഗങ്ങളോട് മാത്രം സഹവസിച്ച് ജീവിക്കുന്ന ആളുകൾ, അവരിൽപ്പെട്ട ഒരാളെന്ന നിലക്ക് അദ്ദേഹത്തിൽ നിന്ന് അത്രയൊക്കെ പ്രതീക്ഷിക്കാൻ സാധിക്കുള്ളൂ. അദ്ദേഹം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറഞ്ഞിട്ട്, അല്ലാഹുമ്മ റഹംനി വ മുഹമ്മദ വലാ തർഹം മാനാ അഹദ. അല്ലാഹുവേ, എനിക്കും മുഹമ്മദ് നബിക്കും നീ റഹ്മത്ത് ചെയ്യണേ, ഞങ്ങളോടൊപ്പം വേറെ ആർക്കും നീ റഹ്മത്ത് ചെയ്യല്ലേ. അങ്ങനെയാണ് ചില ആളുകൾ ഉണ്ടാവും, വളരെ ഇടുങ്ങിയ മനസ്സിന്റെ ഉടമകളായിരിക്കും. സത്യത്തിൽ ഇവിടെ അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ റഹ്മത്ത് ചെയ്യണേ എന്ന് പറഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന റഹ്മത്ത് കുറയൊന്നുമില്ല. പക്ഷെ അയാള് വളരെ കുടുസായ ചിന്താഗതിക്കാരനാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഖദ് തഹജ്ജർത വാസിഅ, വളരെ വിശാലമായ അള്ളാഹുവിന്റെ റഹ്മത്തിനെ നിങ്ങൾ ഇടുക്കിക്കളഞ്ഞല്ലോ സഹോദര, നിങ്ങൾ അതിനെ കുടുസാക്കി കളഞ്ഞല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹോദരനോട് പറഞ്ഞു. പിന്നെ അദ്ദേഹം വേഗം ചെയ്യുന്നത് എന്താണെന്ന് നോക്കൂ. തുമ്മലം യൽബസം ബാല ഫിൽ മസ്ജിദ്, ഉടനെ അദ്ദേഹം പള്ളിയുടെ ഒരു മൂലയിൽ പോയി മൂത്രമൊഴിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ശാന്തനായിരിക്കുകയാണ്. സഹാബികളിൽ പലരും അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി ചാടി എഴുന്നേറ്റപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, വലം തുബഅതു ഇന്നമാ ബുഇസ്തും മുയസ്സിരീന വലം തുബഅതു മുഅസ്സിരീൻ സുബ്ബു അലൈഹി സിജില്ലം മിമ്മാ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ആളുകൾക്ക് ആയാസമുണ്ടാക്കുന്ന രീതിയിലാണ് അള്ളാഹു നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്, നിങ്ങളെ പറഞ്ഞയച്ചിരിക്കുന്നത്. അഥവാ ഈ വിശുദ്ധ മതം, പരിശുദ്ധമായ ഇസ്ലാം, ഇത് ആയാസത്തിന്റെ മതമാണ്. ഇതൊരിക്കലും പ്രയാസത്തിന്റെ മതമല്ല. നിങ്ങളാർക്കും പ്രയാസമുണ്ടാക്കുന്നവരാകരുത്. നിങ്ങൾ ആളുകൾക്ക് എളുപ്പമുണ്ടാക്കുന്ന, ആയാസമുണ്ടാക്കുന്ന ശൈലി സ്വീകരിക്കണം. സുബ്ബു അലൈഹി സിജില്ലം മിമ്മാ, അയാളെ പോയി 2 കൊടുത്തതുകൊണ്ട് പള്ളിയിലൊഴിച്ച മൂത്രം ശുദ്ധിയാകില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ അവിടെ 1 ബക്കറ്റ് വെള്ളമൊഴിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ അനുയായികൾക്ക് നിർദ്ദേശം നൽകി. അപ്പോ പള്ളിയിൽ മൂത്രമൊഴിച്ച ഒരാളോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച വളരെ സൗമ്യമായ സമീപനം വളരെ വലിയ കാരുണ്യത്തിന്റെ ഉദാഹരണമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തുള്ള ആളുകളൊക്കെ ആണെങ്കിലോ, ഞാൻ ഇങ്ങനെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇവിടെയൊക്കെ കുട്ടികൾ പള്ളിയുടെ മുറ്റത്ത് ഇങ്ങനെ വന്നിട്ട് പന്ത് കളിക്കും. നമ്മളെയൊക്കെ നാട്ടിലാണെങ്കിൽ ആ കുട്ടികളെയും തല്ലും, അവരെ വാപ്പാരോട്ട് പ്രശ്നം ഉണ്ടാവും. സത്യത്തിൽ അതൊരു ബഹുമാനക്കുറവാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. ആ കുട്ടികളെ സൗമ്യമായി ഉപദേശിക്കുക എന്ന ശൈലി പലപ്പോഴും നമ്മൾ സ്വീകരിക്കാറില്ല. നമ്മൾ അവരെ ആട്ടിയോടിക്കുന്ന ശൈലിയാണ് സ്വീകരിക്കാറുള്ളത്. എന്നാൽ ഇവിടെയോ ആരും അവരെ ആട്ടിയോടിക്കില്ല. ചില ആളുകളൊക്കെ ഒരുപക്ഷെ പറഞ്ഞു ഉപദേശിച്ചു കൊടുത്തു എന്ന് വരും. അതിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട്, പകർത്താനുണ്ട് അറബികളുടെ സ്വഭാവങ്ങളിൽ നിന്ന് എന്നുകൂടെ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുക. എന്ന് വെച്ചാൽ പള്ളിയുടെ മുറ്റത്ത് പന്ത് കളിക്കണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. മറിച്ച് വിശാലമായ സമീപനം സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിന്റെ ബാധ്യത എന്ന് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോ ഇത് മനുഷ്യരോടാണെങ്കിൽ ഇനി ധാരാളം സംഭവങ്ങൾ അവിടുത്തെ വിശാലമായ ജീവിതത്തിലെ ഓരോ ഏടുകളും നമുക്ക് ഈ റഹ്മത്തിന്റെ വിശാലമായ അർത്ഥത്തിലുള്ള ഉദാഹരണങ്ങളായി കാണാൻ സാധിക്കും. പല മൃഗങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പരാതി പറഞ്ഞത് വ്യത്യസ്തങ്ങളായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിസർജനത്തിന് വേണ്ടി അടുത്തുള്ള ഒരു ഈത്തപ്പനത്തോട്ടത്തിലേക്ക് കയറിയപ്പോൾ ഒരൊട്ടകം ഓടി വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ നിൽക്കുകയും അതിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഇറ്റി വീഴുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുകയും ചെയ്തു. സഹാബികൾ നോക്കി നിൽക്കെ അകലെ നിൽക്കുന്ന പ്രവാചകന്റെ അടുക്കൽ നിൽക്കുന്ന ഒട്ടകത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്തോ സംസാരിക്കുന്നു. സഹാബികൾ നോക്കി നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ ഒട്ടകം പറഞ്ഞത് എന്താണെന്ന് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ മൗലിദിന്റെ ഈരടികളിലൂടെ ആ കാര്യം പറയാറുണ്ട്. സ്വഹീഹായ ഹദീസാണ്. വഅതാകൽ ഔദു യബ്കി വതദല്ലൽ ബൈന യദൈക വസ്തജാറത് യാ ഹബീബി عندك اللبي النافور وأتاك العود ഒട്ടകക്കുട്ടി അങ്ങയുടെ അടുക്കൽ വന്നു പ്രവാചകരെ. യബ്കി അത് കരയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അതിന്റെ സങ്കടം അങ്ങയോട് പറഞ്ഞു. മറ്റൊരു റിപ്പോർട്ടിൽ അതൊരു കഴുതയാണെന്നുണ്ട്. ഒന്നിലധികം സംഭവങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മൃഗങ്ങൾ സംസാരിച്ചു. അവർക്കുണ്ടായിരുന്ന പ്രയാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. അതിന്റെ യജമാനനെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദ്യം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇത്തഖുല്ലാഹ ഫീ ഹാദിഹിൽ ബഹായിം, മൃഗങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ വളർത്തുന്ന, നിങ്ങൾ ചുമട് കയറ്റാൻ ഉപയോഗിക്കുന്ന, നിങ്ങൾ വാഹനങ്ങളായി ഉപയോഗിക്കുന്ന ഈ മൃഗങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. കാരണം ഈ ഒട്ടകക്കുട്ടി എന്നോട് വന്നിട്ട് പരാതി പറയുന്നുണ്ട്, ഈ കഴുത എന്നോട് വന്ന് പരാതി പറയുന്നുണ്ട്. അതിന് എടുക്കാൻ സാധിക്കുന്നതിലും അപ്പുറം ഭാരം അതിന്റെ മേൽ നിങ്ങൾ കയറ്റിവെക്കുന്നു അതെന്നോട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത്തഖുല്ലാഹ ഫീ ഹാദിഹിൽ ബഹായിം, ഈ മൃഗങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. നാളെ അല്ലാഹു നിങ്ങളെ അതിന്റെ പേരിൽ ചോദ്യം ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുയായികളെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. മറ്റൊരിക്കൽ നമുക്കറിയാവുന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുതുബ ഓതാൻ ഉപയോഗിച്ചിരുന്ന മിമ്പർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരാതി പറഞ്ഞു. നമ്മൾ നേരത്തെ ചൊല്ലിയ അതേ ഇരടിയിൽ തന്നെ മറ്റൊരു രീതിയിൽ മറ്റൊരു ശൈലിയിൽ അതിനെ ചൊല്ലുമ്പോൾ അതാകൽ ഊദു യബ്കി, ഊദ് എന്ന് പറഞ്ഞാൽ ഒരു മരക്കഷ്ണം, വാതാക്കൽ ഔദു എന്നുണ്ട്. ഔദ് എന്നാകുമ്പോൾ ഒട്ടകത്തിന്റെ കുട്ടി എന്നർത്ഥം. അപ്പോ ഊദാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിൽ ഖുതുബ ഓതാൻ നിന്നിരുന്ന മിമ്പർ സഹാബികളിൽ അൻസ്വാരികളിൽ ചിലർ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു മിമ്പർ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുതുബ ഓതാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഈത്തപ്പനയുടെ കുറ്റി, ആ കുറ്റിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഒഴിവാക്കി വെച്ചു. പിന്നീട് പകരം ശരിക്കുള്ള മിമ്പർ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ പള്ളിയിൽ നിന്നും ഒരു ഏങ്ങിക്കരച്ചിൽ കേൾക്കുന്നു. എല്ലാവരും കേൾക്കുകയാണ്. ഒരു കരച്ചിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിന്റെ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കെ മിമ്പറിന്റെ മുകളിൽ നിറങ്ങി വന്നുകൊണ്ട് ആ പഴയ മിമ്പറായി ഉപയോഗിച്ചിരുന്ന ഈത്തപ്പന കുറ്റിയെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അതിനോട് ചോദിച്ചു, നിനക്കിവിടെ ഒരു മരമായി ജീവിക്കണോ അതല്ല സ്വർഗത്തിൽ ഒരു മരമായി ജീവിക്കണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനോട് ചോദിച്ചപ്പോൾ എനിക്ക് സ്വർഗത്തിൽ ഒരു മരമായാൽ മതി എന്നത് പറയുകയും അതിനെ അവിടെ മറവ് ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു എന്നെല്ലാം ആ സംഭവത്തിൽ വിശദീകരിക്കപ്പെടുന്നു. ചുരുക്കത്തിൽ ആ ഉണങ്ങിയ ഈത്തപ്പന കുറ്റി പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാമീപ്യം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ കരയുകയും അതിനോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങിച്ചെന്നുകൊണ്ട് മിമ്പറിൽ നിന്ന് ഇറങ്ങിച്ചെന്നുകൊണ്ട് അതിനെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അതിനോട് കാരുണ്യം കാണിച്ചതുമൊക്കെ അവിടുത്തെ ജീവിതത്തിന്റെ വലിയ ഏടുകളായി, ജീവിതത്തിൽ ഉൾക്കൊള്ളാനുള്ള വലിയ പാഠങ്ങളായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു.
യുദ്ധത്തിന് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ അനുയായികൾക്ക് നിർദ്ദേശം നൽകിയിരുന്ന വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ, നിങ്ങൾ വയസ്സന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലാൻ പാടില്ല, അവിടെയുള്ള മരങ്ങളും കൃഷികളും നിങ്ങൾ നശിപ്പിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിരുന്ന വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്. ഇന്ന് യുദ്ധങ്ങളിലൊക്കെ കൊല്ലപ്പെടുന്നത് പലപ്പോഴും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സാധാരണക്കാരാണ്. അവർ യുദ്ധത്തിന് വരുന്ന പട്ടാളക്കാരോ ഒന്നുമല്ല, സിവിലിയൻസ് ആണ് കൂടുതൽ കൊല്ലപ്പെടുന്നത് എന്ന വസ്തുത നമുക്കൊക്കെ അറിയാവുന്നതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ അനുയായികൾക്ക്, യോദ്ധാക്കൾക്ക് നൽകിയിരുന്ന, പട്ടാളക്കാർക്ക് നൽകിയിരുന്ന വളരെ വ്യക്തമായ നിർദ്ദേശം, പ്രധാനപ്പെട്ട നിർദ്ദേശം, പ്രായമേറിയ ആളുകളെ നിങ്ങൾ കൊല്ലാൻ പാടില്ല, സ്ത്രീകളെ നിങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല, കുട്ടികളെ നിങ്ങൾ ഒരിക്കലും കൊല്ലാൻ പാടില്ല, മരങ്ങളും കൃഷികളും നിങ്ങൾ നശിപ്പിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി നിർദ്ദേശം നൽകാറുണ്ടായിരുന്നു. അപ്പോൾ ഈ തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ റഹ്മത്ത് എന്നുള്ളത് നിരന്തരം ഏതെങ്കിലും ഒരു സംഭവത്തിൽ ഒതുങ്ങുന്നതല്ല. ഇന്ന് പല നേതാക്കളുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു ചെറിയ സംഭവം എടുത്തു പിടിച്ചുകൊണ്ടാണ് ആ നേതാക്കളെ പ്രശംസിക്കുകയും പുകഴ്ത്തുകയും ചെയ്യാറുള്ളത് പലരും എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അത് പൊക്കിപ്പിടിച്ചു പറയാൻ കാരണം വേറെ ഒന്നുമില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദിവസത്തിലെയും ഓരോ നിമിഷങ്ങളും പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ നിരന്തരമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് സമൂഹത്തിലെ എല്ലാ തുറകളിലുള്ള ആളുകളോടും മാത്രമല്ല എല്ലാത്തരം ജീവജാലങ്ങളോടും അജൈവ വസ്തുക്കളോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യത്തോടെ വർത്തിച്ചിരുന്നു എന്നുള്ള വസ്തുത അവിടുത്തെ ജീവിതം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് അവിടുത്തെ ജീവിതത്തെ അയവിറക്കാൻ വേണ്ടി നാം ഒരുക്കിയിട്ടുള്ള ഈ വേദി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റഹ്മത്തിൽ നിന്ന് സാധ്യമാകുന്നത്ര ജീവിതത്തിൽ പകർത്താൻ നമ്മളൊക്കെ തയ്യാറാകണം എന്ന് എന്നോടും ഉപദേശിക്കുകയും എന്നെ ശ്രവിക്കുന്ന സഹോദരീ സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഇതിനവസരം നൽകിയ ഞാനും അതിലൊരംഗമാണെങ്കിൽ പോലും പ്രത്യേകിച്ച് ഇങ്ങനെ വലിയ ഒരു പരിപാടിയൊക്കെ നടത്തുമ്പോൾ അതിൽ ഈ വിനീതനായ എന്നെയും ഉൾക്കൊള്ളിച്ചതിൽ ഉള്ള നന്ദിയും കടപ്പാടും ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് അവസരം കിട്ടുമ്പോൾ മറ്റൊരിക്കൽ വരാം. ചെറിയ അറിവിന്റെ പരിധിയിലും പരിമിതിയിലും ഒക്കെ ഒതുങ്ങി നിന്നുകൊണ്ട് ചെറിയ പങ്കുവെക്കലുകൾ പരസ്പരം നടത്താൻ എപ്പോഴും സന്തോഷമാണ് എന്നറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ദീർഘിച്ചു പോയെങ്കിൽ ക്ഷമിക്കുക.